ഡിലീറ്റ് ചെയ്തേ? എടാ എനിക്ക് ബാഡ് ആവേണ്ട കരുതിയിട്ടാ ഞാൻ ഡിലീറ്റ് ആക്കിയേ. അതിന് എനിക്ക് ബാഡാവാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്തോ ഇത്ര ചാറ്റ് ചെയ്യുന്നത്? അവൻ കോഫി കുടിക്കണ്ടോന്ന് വിളിച്ച് ഞാൻ ഐസിന് പറഞ്ഞു ഒഴിവാക്കി. പിന്നെ അവൻ വേറെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഒന്നുമില്ല, ഞാൻ ഡിലീറ്റ് ആക്കി. എന്തിനാ ഡിലീറ്റ് ചെയ്തേ? നീ ഇങ്ങനെ കിടന്ന് കാണിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലേ പിന്നെ ഞാൻ എന്തിനാ ബാഡാവുന്നത്? ഞാൻ ആ ചാറ്റ് കണ്ട എന്താ പ്രശ്നം? നിന്നോട് ഇതൊക്കെ വന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്. സോറി, എന്നാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. വിട്. എടി സോറി പറഞ്ഞില്ലേ? വിടാനല്ലേ പറഞ്ഞേ? നീനോട് പിണങ്ങി പോവാൻ ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നും അടി കഴിഞ്ഞാൽ ഞാനല്ലേ അങ്ങോട്ട് പോണേ. ഇത്തവണ അവൾ ഇങ്ങോട്ട് വരാം. നീ തിരിച്ചു വരാതെ ഞാൻ എവിടെയും പോകത്തില്ല, ഇവിടെ തന്നെ ഇരിക്കും. എടാ സോറിടാ, ഞാനപ്പോൾ ഓവർ റിയാക്ട് ചെയ്താ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഹലോ ഹലോ എടാ, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോവാണേ. നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ചില കാത്തിരിപ്പുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അവസാനം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് വരില്ല. നമ്മൾ കാത്തിരുന്ന് അവസാനം തോറ്റിട്ടുണ്ടാവും. പെരുവാട്ടി മാറ്റേഴ്സ്, അതാണ് അതിലൊരു കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് അത്രയും പ്രയോറിറ്റി തരുന്നുണ്ടെങ്കിൽ, നമ്മളെ കാര്യം അത്രയ്ക്ക് അവർ മുഖവരയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, അവർ എന്ത് തിരക്കാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ഒളിവും മറിവും ഇല്ലാണ്ട് നമ്മുടെ അടുത്ത് പറയും. പിന്നെ പോരാത്തതിന് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പം രണ്ടുപേരും അവരുടെ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു സാധനം കീപ്പ് ചെയ്യേണ്ട രണ്ടുപേരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു ചെറിയ കളവോ അല്ലെങ്കിൽ ചെറിയൊരു ആളുടെ കാര്യമോ അതിൽ മറച്ചു വെക്കേണ്ട ഒരു കാര്യമോ അതിന്റെ ഇടയിൽ വരുന്നില്ല. ഇല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അത് മറച്ചു വെച്ച് നാളെ ഒരു സമയത്ത് അവൻ അത് തൂക്കി അതിന്റെ പേരിൽ അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കി അടുത്തൊരു ട്രോമയിലേക്ക് ആ സ്നേഹിക്കുന്ന ആളെ പറഞ്ഞു വിടുന്നതിനേക്കാളും ജസ്റ്റ് ഓപ്പൺ അപ്പ് ആയിട്ട് കാര്യങ്ങൾ പറയുക. ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത് രണ്ടാൾക്കും വേണ്ടത് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ ഈ കള്ളത്തരം കാണിക്കുന്നവർക്ക് കള്ളത്തരം കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ചതിക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നാലും ചതിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവര് മനസ്സിൽ വിചാരിക്കണം അവനോട് ഇത് പറയേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് നമ്മളെ ഉത്തരവാദിത്വമാണെന്ന്. അത്രേ ഉള്ളൂ.